ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. അടുത്തടുത്തായി നിരവധി വീടുകളുണ്ട്. എന്നാൽ ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന റംലത്തിനെ രാത്രിയിൽ കൊലപ്പെടുത്തിയത് അയൽവാസികൾ പോലും അറിഞ്ഞത് പിറ്റേന്ന് വൈകുന്നേരമാണ്. വീട്ടമ്മയെ പകൽ വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ബന്ധുക്കളായ സ്ത്രീകളാണ് മൃതദേഹം ആദ്യം കണ്ടത്. സമീപത്ത് മുളകുപൊടി വിതറിയ നിലയിൽ. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ റംലത്തിൻ്റെ മാലയും വളയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. പുറക്കാട് പഞ്ചായത്ത് 12-ാം വാർഡ് തോട്ടപ്പള്ളി ഒറ്റപ്പനപ്പള്ളിക്ക് സമീപം ചെമ്പകപ്പള്ളിയിൽ റംലത്തിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 4:30യോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇവരുടെ പെൻഷൻ കാര്യത്തിനായി തോട്ടപ്പള്ളി മുസ്ലിം ജമാഅത്തിലെ ജീവനക്കാരനായ അബൂബക്കർ രാവിലെ 10ഓടെ വീട്ടിലെത്തിയെങ്കിലും വീട് അടച്ചിട്ടിരിക്കുന്നതിനാൽ തിരിച്ചുപോയി. വൈകിട്ട് ബന്ധുക്കളായ സ്ത്രീകൾ കാണാനെത്തിയപ്പോഴും മുൻവശത്തെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. തുടർന്ന് ഇവർ അടുക്കള ഭാഗത്തെത്തിയപ്പോൾ വാതിൽ തുറന്ന നിലയിൽ കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ കട്ടിലിൽ മൃതദേഹം കണ്ടത്. ഒരു പള്ളിയിൽ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. അന്നേരം കതവ് അടച്ചിട്ടുണ്ട്, തുറക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. പിന്നെ ഞാൻ ഞങ്ങൾ തിരിച്ചു പോയി. ഞാൻ പിന്നെയും നോക്കിയിട്ട് തുറന്നിട്ട് എന്നറിയാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് പോയില്ലേ. ലാസ്റ്റ് ഒരു 3 മണിയപ്പം ഈ വീട്ടിൽ വന്നില്ല. ആ കതവ് തുറക്കുന്നില്ല, എന്നറിയാൻ പാടില്ല. ലാസ്റ്റ് അവിടുത്തെ പെണ്ണു ഞാനും കൂടെ വന്ന് പിന്നെ തട്ടിയിട്ടും തുറക്കുന്നില്ല. സമീപത്ത് മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. റംലത്തിന്റെ മാലയും വളയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അടുത്തുള്ള ഒരു വീട്ടിൽ ജോലിക്ക് പോയാണ് റംലത്ത് കഴിഞ്ഞിരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.